2024 ഓഗസ്റ്റ് 3 ശനി. ഇന്ന് 1199 കർക്കിടകം 19. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വയനാട് ദുരന്തം, ജീവനോടെ അവശേഷിച്ചവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവനോടെ അവശേഷിച്ചവർ ഇനിയും ഉണ്ടാകാമെന്ന പ്രതീക്ഷ പകർന്ന ദിനത്തിലും മരണസംഖ്യയിൽ വൻ വർധന. 210 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 134 ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 207 മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി. മരിച്ചവരിൽ 96 പേർ പുരുഷന്മാരും 85 സ്ത്രീകളും 29 കുട്ടികളുമാണുള്ളത്. കാണാതായവരുടെ എണ്ണം സംബന്ധിച്ച് ഇന്നലെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഉണ്ടായില്ല. ബെയിലി പാലത്തിലൂടെ കൂടുതൽ യന്ത്രങ്ങളും ഉപകരണങ്ങളും എത്തിച്ച് ഊർജിതമായ തിരച്ചിലാണ് ഇന്നലെ നടന്നത്. ദുരന്ത മേഖലയെ 6 സെക്ടറുകളായി തിരിച്ചായിരുന്നു അന്വേഷണം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെയും ദുരന്ത ഭൂമിയിലെത്തി. മുണ്ടക്കൈ ഫോറസ്റ്റ് ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ രക്ഷാപ്രവർത്തന രംഗത്തുണ്ട്. വൈത്തിരി താലൂക്കിലെ കോട്ടപ്പടി, വെള്ളാർമല, തൃക്കൈപ്പറ്റ വില്ലേജുകളെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക ധനസഹായ പാക്കേജിനു വേണ്ടി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനായാണ് ഈ നടപടി. 146 മൃതദേഹങ്ങളാണ് ഇന്നലെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് 87 ശരീരഭാഗങ്ങളും 119 മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് കൈമാറി. ജില്ലാ ഭരണകൂടം 62 മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. നിലവിൽ വിവിധ ആശുപത്രികളിലായി 84 പേർ ചികിത്സയിൽ തുടരുന്നു. ചാലിയാറിൽ നിന്ന് ഇന്നലെ വരെ 67 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളും ലഭിച്ചു. ഇന്നലെ മാത്രം 5 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളുമാണ് കിട്ടിയത്. നീറ്റ് UG NDAയ്ക്ക് സുപ്രീം കോടതി ശാസന. ആവർത്തിക്കരുത് ഈ പിഴവുകൾ. വീഴ്ചകൾ എണ്ണി പറഞ്ഞ് കോടതി പരീക്ഷ നടത്തിപ്പ് കടുത്ത ആശങ്ക സൃഷ്ടിച്ചു. മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റ് UG പരീക്ഷയുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസി അതായത് NTA ഇക്കൊല്ലം വരുത്തിയ പിഴവുകൾ എണ്ണി പറഞ്ഞ സുപ്രീം കോടതി മേലിൽ അവ ആവർത്തിക്കരുതെന്ന മുന്നറിയിപ്പ് നൽകി. NDA ഇത്തവണ പരീക്ഷ നടത്തിയ രീതി കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നതാണെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നിരീക്ഷിച്ചു. ഒപ്പം കോടതി നിയോഗിച്ച K രാധാകൃഷ്ണൻ സമിതിയുടെ ശുപാർശ പ്രകാരം ഭാവിയിലെ പരീക്ഷകൾക്കായി പഴുതടച്ച നടപടികൾ കൈക്കൊള്ളാനും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സുപ്രധാനമായ വലിയ മത്സര പരീക്ഷകളുടെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന NDAയ്ക്ക് തെറ്റായ തീരുമാനമെടുക്കാൻ പറ്റില്ല. തെറ്റായ തീരുമാനം കൈക്കൊണ്ട ശേഷം പിന്നീടൊരു ഘട്ടത്തിൽ തിരുത്താമെന്ന രീതിയും നടക്കുന്നതല്ല. സുതാര്യത ഉറപ്പാക്കുമ്പോൾ വീഴ്ചകൾ അംഗീകരിക്കാവുന്നതല്ല എന്നും കോടതി ഓർമ്മിപ്പിച്ചു. NDAയ്ക്ക് സംഭവിക്കുന്ന പിഴവുകൾ വിദ്യാർത്ഥികളുടെ താൽപ്പര്യത്തിനെതിരാണെന്ന് വ്യക്തമാക്കുന്ന വിധിന്യായത്തിൽ പുനഃപരീക്ഷ വേണമെന്ന ആവശ്യം നിരസിക്കാനുള്ള കാരണങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പിഴവുകൾ ഉണ്ടായെങ്കിലും നീറ്റ് UG പരീക്ഷയുടെ പവിത്രതയെ ബാധിക്കുന്ന വ്യാപക ചോർച്ചയായി അത് മാറിയില്ലെന്നാണ് ബെഞ്ചിൻ്റെ നിരീക്ഷണം. നിലവിലുള്ള പരീക്ഷാ സംവിധാനം പരിശോധിക്കാനും ഉചിതമായ നടപടികൾ ശുപാർശ ചെയ്യാനും കോടതി K രാധാകൃഷ്ണൻ സമിതിയോട് ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 30-നകം റിപ്പോർട്ട് തയ്യാറാക്കി തുടർന്ന് 1 മാസത്തിനുള്ളിൽ പദ്ധതി തയ്യാറാക്കി കോടതിയെ അറിയിക്കണം. ഹനിയ വധം, മൊസാദിൻ്റെ ആസൂത്രണം. AI ബോംബ് വച്ചത് 2 മാസം മുൻപ്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ നീണ്ട ആസൂത്രണം. ഹനിയ താമസിച്ചിരുന്ന വടക്കൻ ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ ഏകദേശം 2 മാസം മുൻപേ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ബോംബ് സ്ഥാപിച്ചിരുന്നു എന്ന വിവരം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടു. ടെഹ്റാൻ സന്ദർശന വേളയിൽ ഹനിയ പതിവായി തങ്ങിയിരുന്ന ഗസ്റ്റ് ഹൗസിലെ മുറി മനസ്സിലാക്കിയ മൊസാദിൻ്റെ ചാരന്മാർ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. ഹനിയയും സുരക്ഷാ പഠനം മാത്രമുള്ള സമയം മനസ്സിലാക്കി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലയിലെ ഗസ്റ്റ് ഹൗസിൽ നടന്ന സ്ഫോടനം ഇറാന് കനത്ത തിരിച്ചടിയായിരുന്നു. രഹസ്യയോഗങ്ങൾ നടക്കുമ്പോൾ VIP അതിഥികൾ പതിവായി തങ്ങുന്ന സ്ഥലമാണ് ഇത്. സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ കഴിവുകേടും വെളിപ്പെട്ടു. പരമോന്നത നേതാവ് അയത്തുള്ള ഖമനായിയോടും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തോടും വിയോജിപ്പുള്ളവരെ മൊസാദ് ഉപയോഗപ്പെടുത്തിയെന്നാണ് നിഗമനം. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ ബുധനാഴ്ച പുലർച്ചെ 2 മണിക്കാണ്, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്കാണ് കൊല്ലപ്പെട്ടത്.
രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഇന്ത്യ-US ദൗത്യം ആദ്യ ഇന്ത്യൻ സഞ്ചാരി ശുഭാൻശു. ബാക്ക് പൈലറ്റായി മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ശുഭാൻശുവിന് തടസ്സമുണ്ടായാൽ പ്രശാന്ത് പോകും. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ തിരഞ്ഞെടുത്തു. ഇൻഡോ-US സഹകരണത്തിൻ്റെ ഭാഗമായി നാസയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാനുള്ള ദൗത്യ സംഘത്തിലാണ് ശുഭാൻശു ശുക്ല ഉൾപ്പെട്ടത്. ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പാലക്കാട് തിരുവാഴിയോട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കൂടി നാസയിൽ പരിശീലനം നൽകും. ഇരുവർക്കുമുള്ള പരിശീലനം നാസയുടെ ടെക്സസിലെ ജോൺസൺ സ്പേസ് സെൻറ്ററിൽ വരും ദിവസങ്ങളിൽ ആരംഭിക്കും. ഇവരിൽ ഒരാൾക്ക് ഈ വർഷം ഒക്ടോബറിന് മുൻപ് ബഹിരാകാശ യാത്ര നടത്താനാകുമെന്നാണ് വിവരം. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശിച്ചപ്പോഴാണ് ഇന്ത്യൻ യാത്രികനെ ISSൽ എത്തിക്കുന്ന പങ്കാളിത്തത്തിന് ധാരണയായത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാൻ അടുത്ത വർഷമുണ്ടാകും. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് എന്നിവരാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മറ്റു 2 പേർ. വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണി. മഞ്ഞക്കുന്ന് ക്യാമ്പിൽ നിന്ന് 56 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചിലി ഭാഗത്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് മഞ്ഞക്കുന്ന് പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 56 പേരെ വെള്ളിയോട് ഹൈസ്കൂളിലേക്ക് മാറ്റി. റിട്ടയർഡ് അധ്യാപകൻ KM മാത്യുവിൻ്റെ ജീവനെടുത്ത അടിച്ചിപ്പാറ മലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടുകൾ നഷ്ടമായവരെയാണ് മഞ്ഞക്കുന്നിൽ താമസിപ്പിച്ചിരുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനും EK വിജയൻ MLAയും അടക്കമുള്ളവരും ഈ ഭാഗത്ത് സന്ദർശനം നടത്തുന്നതിനിടയിൽ ശക്തമായ മഴ പെയ്തതോടെ ഉരുളൊഴുകിയ വഴിയിൽ വീണ്ടും വെള്ളം കൂടി. അതോടെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ വെള്ളിയോട്ടേക്ക് മാറ്റിയത്. മഞ്ഞച്ചിളിയിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ തടിപ്പാലത്തിൽ കൂടിയാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ക്യാമ്പിൽ കഴിയുന്നവരെ പുറത്തെത്തിച്ചത്. ബുധനാഴ്ച EK വിജയൻ MLAയും കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും സംഘവും ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടയിലും ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും ഉണ്ടായതോടെ താൽക്കാലിക പാലം വഴിയാണ് രക്ഷിച്ചത്. വലിയ പാറകൾ താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. മുണ്ടക്കൈ ദുരന്തം. കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് WMO. മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തിലകപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം പൂർണ്ണമായും ഏറ്റെടുക്കാൻ WMO സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് PP അബ്ദുൽ ഖാദർ, ജനറൽ സെക്രട്ടറി KK അഹമ്മദ് ഹാജി എന്നിവർ അറിയിച്ചു. കുടുംബത്തോടൊപ്പമോ WMO സ്ഥാപനങ്ങളിലോ താമസിച്ച് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളിൽ തുടർ പഠനം നടത്താൻ അവസരമൊരുക്കും. വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം തുടങ്ങിയ മേഖലകളിൽ WMO സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തി. വാഹനാപകടം. ഗുരുതര പരിക്കേൽക്കുന്നവർക്ക് 1.5 ലക്ഷത്തിൻ്റെ സൗജന്യ ചികിത്സ ABPAYയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ. റോഡുകളിലെ വാഹനാപകടങ്ങളിൽ ഗുരുതരമായോ അതീവ ഗുരുതരമായോ പരിക്കേൽക്കുന്നവർക്ക് പണമടയ്ക്കാതെ 1.5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കിയതായി ഗതാഗത മന്ത്രാലയം. റോഡപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ദേശീയ ആരോഗ്യ അതോറിറ്റിയുമായി സഹകരിച്ചാണ് നടപ്പാക്കുന്നതെന്നും ഗതാഗത മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ആരോഗ്യ പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിലാണ് ഒരാഴ്ചത്തെ ചികിത്സ ലഭ്യമാക്കുക. രാജ്യത്തെ ഏത് റോഡിലും ഉണ്ടാകുന്ന അപകടത്തിൽപ്പെടുന്നവരും അർഹരാണ്. ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന തുക അതത് മോട്ടോർ വാഹന അപകട ഫണ്ടിൽ നിന്ന് ആശുപത്രികൾക്ക് നൽകും. ഈ വർഷം മെയ്യിൽ പ്രഖ്യാപിച്ച പദ്ധതി ചണ്ഡീഗഡിലും അസമിലും ആദ്യഘട്ടമെന്ന നിലയിൽ നടപ്പാക്കി. മറ്റിടങ്ങളിൽ പദ്ധതി എപ്പോൾ നടപ്പാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. മിലിറ്ററി നഴ്സിംഗ്. പെൺകുട്ടികൾക്ക് സൗജന്യ പരിശീലനവും കമ്മീഷൻഡ് ഓഫീസർ പദവിയും. ഓൺലൈൻ അപേക്ഷ 7 വരെ. തീർത്തും സൗജന്യമായി താമസ സൗകര്യവും ഭക്ഷണവും യൂണിഫോമും നൽകി പെൺകുട്ടികളെ 4 വർഷത്തെ BSc നഴ്സിംഗ് സ്റ്റൈപ്പൻഡോടെ ചിട്ടയൊപ്പിച്ച് പരിശീലിപ്പിച്ച് സായുധ സേനയിൽ കമ്മീഷൻഡ് ഓഫീസർ നിയമനം നൽകുന്ന പദ്ധതിയിൽ താൽപ്പര്യമുള്ളവർക്ക് 7-ാം തീയതി രാത്രി 11 മണി വരെ രജിസ്റ്റർ ചെയ്യാം. അപേക്ഷാ രീതി വെബ്സൈറ്റിലുണ്ട്. പട്ടിക വിഭാഗക്കാരൊഴികെയുള്ളവർ 200 രൂപ അപേക്ഷാ ഫീസായി നൽകണം. ചേർത്തു പിടിക്കാം നമുക്കും. ഹൃദയമുറിവേറ്റ ഒരു ദേശത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേരളം. എല്ലാ ഭേദചിന്തകളും മാറ്റിവെച്ച് ഒരൊറ്റ മനസ്സോടെ നമുക്ക് കൈകോർക്കാം. ഈ നാടിനെയും ഇവിടെ ബാക്കിയായ മനുഷ്യരെയും ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് തിരികെ എത്തിക്കാൻ ആ വലിയ ശ്രമത്തിൽ നമ്മളൊന്നാണ്. ശുഭദിനം. നന്ദി.